അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു മിക്സിയിലെ ചെറിയ ജാറിലേക്ക് ഒരു 1/4 കപ്പ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത തേങ്ങ ഇട്ട് കൊടുക്കുക. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിരകിയ തേങ്ങ ഒരു 1/4 കപ്പ് എടുത്താലും മതി. ഇനി നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിക്ക് അരച്ചിട്ടെടുക്കുക. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത്. ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് തക്കാളി അടിച്ചെടുത്തതാണ്. ഞാനിപ്പോൾ 4 മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാൻ. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. ബസ്മതി റൈസിന് പകരം നിങ്ങൾക്ക് ജീരകശാല റൈസ് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കൈമ റൈസ് എടുക്കാം. ഏത് അരി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇനി നല്ലതുപോലെ ഇതൊന്ന് കഴുകിയെടുക്കാം. ഇതുപോലെ നല്ലോണം ഒന്ന് ഞെരടി ഇതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പം 4 പ്രാവശ്യം നല്ലതുപോലെ ഞെരടി കഴുകിയെടുത്ത് വെള്ളമൊക്കെ മാറ്റി ഇതാ വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെള്ളം മാറ്റിയിട്ട് വേണം ഇങ്ങനെ വെക്കാനായിട്ട്. ഇത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കുക്കറിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടായ കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്താലും മതി. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ ടേസ്റ്റ് കൂടുതൽ കിട്ടും. അപ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ അല്ല, സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എണ്ണയും നെയ്യും ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ ഒരു കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 5 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. 2 ഏലക്ക, ബേ ലീഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബേ ലീഫും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ഇട്ട് കൊടുക്കാം. വലിയ ജീരകമാണ്, ചെറിയ ജീരകമല്ല. കുറച്ച് വെക്കുക. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലൊരു മണം വരുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു 20 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പം നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഈ ഒരു സമയം 10 വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തതും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും പച്ചമുളകൊന്നും ചേർക്കുന്നില്ല, വെളുത്തുള്ളി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 മീഡിയം സൈസ് സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്. പെട്ടെന്ന് വയന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. സവാള എല്ലാം നല്ലോണം ഒന്ന് വയന്ന് വരണം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് നല്ല ഫ്രഷ് ആയിട്ടുള്ള പുതിനയില ഇട്ട് കൊടുക്കാം. ഒരു കൈപിടി വേണ്ട, ഒരു പകുതി കൈപിടി പുതിനയില ഇട്ട് കൊടുത്താൽ മതി. പുതിനയില ഒന്ന് വാടി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ പുതിനയിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മുളക് പൊടി. കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ അധികം എരിവില്ല. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഇതിൽ നമ്മൾ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഇപ്പോൾ പൊടിയുടെ പച്ചമുളക് ഒന്ന് മാറിയിട്ടുണ്ട്. നമ്മൾ നല്ല ചൂടായി കിടക്കുന്ന എണ്ണയിലല്ലേ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അടിച്ചു വെച്ച 4 മീഡിയം സൈസ് തക്കാളി വെള്ളമൊന്നും ചേർക്കാതെ അടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് തേങ്ങ അരച്ചെടുത്തിട്ടുള്ളതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ സവാള വഴറ്റിയെടുത്തപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് നോക്കിയിട്ട് കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുത്താൽ മതി. നമ്മളിതിൽ തക്കാളി ചേർത്തത് കൊണ്ട് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം.
അപ്പോൾ തക്കാളി ചേർത്തത് കൊണ്ടാണ് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ തക്കാളി എല്ലാം ഒന്ന് വറ്റി ഇതിൻ്റെ മുകളിൽ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്ത തക്കാളിയെല്ലാം വറ്റി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റ് ഇതുപോലെ ഒന്ന് പൊടിയാത്ത രീതിയിൽ മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ 1 മിനിറ്റ് മെല്ലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഫ്രോസൺ ഗ്രീൻ ബീൻസ് ആണ്. ഇത് ലാസ്റ്റിൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഫ്രോസൺ ഗ്രീൻ ബീൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫ്രോസൺ ഗ്രീൻ ബീൻസ് പകുതി കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ലാസ്റ്റിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആദ്യമേ ഇട്ട് കൊടുക്കരുത്, എന്നാൽ പിന്നെ ഇത് വെന്ത് കുഴഞ്ഞു പോകും. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് മല്ലിയില ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല തിളപ്പിച്ചെടുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാനുള്ളത്. അപ്പോൾ 1 കപ്പ് ബാസ്മതി റൈസിന് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ ഏത് കപ്പിലാണോ അരി അളന്നെടുത്തത് ആ കപ്പിന്റെ അളവിൽ 2 കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. അരി നമ്മൾ കുക്കറിൽ ഇടുന്ന സമയത്ത് മറ്റേ സ്റ്റവിൽ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെക്കുക. ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൽ ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഉപ്പ് കുറവായതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് മുന്നിട്ട് നിൽക്കണം, എന്നാൽ മാത്രമേ കറക്റ്റ് പാകത്തിനുള്ള ഉപ്പ് ഈ റൈസ് വെന്ത് വരുമ്പോൾ നമുക്ക് കിട്ടുള്ളൂ. ഫ്ലെയിം കൂട്ടിയിടരുത്. ഇനി ഇതിലൊന്നും ചേർക്കാനില്ല, നമ്മളിതാ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിം വയ്ക്കുക. ഇനി നമുക്ക് കുക്കർ മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ കേൾക്കുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 1 വിസിൽ കേട്ടതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു. ഇപ്പോൾ തുറക്കരുത്, ഒരു 1/2 മണിക്കൂർ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. തുറന്നപ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മുടെ തക്കാളി ചോറ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിക്കൊന്നും പിടിക്കാതെ അടിപൊളിയായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കുഴഞ്ഞൊന്നും പോവാതെ അധികം വെന്തൊന്നും പോവാതെ കറക്റ്റ് പാകത്തിന് ഇതാ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കുറച്ചും കൂടെ അതിൻ്റെ ചൂടൊക്കെ മാറിക്കഴിയുമ്പോൾ കുറച്ചും കൂടെ ഡ്രൈ ആവും. ഇപ്പോൾ നമ്മുടെ ചോറെല്ലാം ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റിൽ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന തക്കാളി ചോറ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് അപ്പാര ടേസ്റ്റാണ്, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വേറെ ഒരു കറിയുടെയും ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ സാലഡിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഒരു കറി ഇല്ലെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനും വീട്ടിലേക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്തും അല്ലാതെയും നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു തക്കാളി ചോറാണ്. ഞാനിപ്പോൾ 1 കപ്പ് അളവിലാണ് ഇത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ 2 കപ്പ് അളവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം അതിൻ്റെ ഇരട്ടിക്ക് എടുത്താൽ മതിയാകും. അപ്പോൾ 1 കപ്പ് അളവിലാണ് കാണിച്ചിട്ടുള്ളത്. 1 കപ്പ് അളവ് വെച്ചിട്ട് നമുക്ക് എത്ര കപ്പിൽ വേണമെങ്കിലും ഈ റൈസ് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ടേസ്റ്റ് അപ്പാര ടേസ്റ്റാണ്, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഈ തക്കാളി ചോറ് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്